വിവോൻ്റെ സബ് ബ്രാൻഡായ ഐക്യൂ പുതിയൊരു ഫോൺ ഇന്നലെ കഴിഞ്ഞ ദിവസം സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐക്യൂ 7 എന്ന ഫോണാണ്. ആ ഫോണിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഐക്യൂവിൻ്റെ ഐക്യൂ 7 എന്ന് പറയുന്ന ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു ഫോണാണ്. ആ ഒരു ലെവലിലാണ് ആ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തതും സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും. 6.62 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ വളരെ കൂടിയൊരു റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പിന്നെ HDR10+ സപ്പോർട്ടും 1300 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ഈ ഫോണിൽ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഡിസ്പ്ലേ വിഭാഗത്തിൽ ഒരു മികച്ച പെർഫോമൻസ് ഐക്യൂ 7 നമുക്ക് നൽകുന്നതായിരിക്കും. ഗൊറില്ല ഗ്ലാസിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ ഫോൺ വരുന്നത്. 20:9 എന്ന് പറയുന്ന ആസ്പെക്റ്റ് റേഷ്യോ ഈ ഫോണിലും വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൽ 5G സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 209.5 ഗ്രാം വെയിറ്റാണ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. 8.7 mm തിക്നെസ്സും ഫോണിന് വരുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ് കൂടിയ ഒരു ഫോൺ തന്നെയായിരിക്കും ഐക്യൂവിൻ്റെ 7 എന്ന് പറയുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 870 എന്ന് പറയുന്ന ഒരു 5G പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ GPU വരുന്നത് Adreno 660 ആണ്. വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഫോണിൽ നിന്ന് ലഭ്യമാവും. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS 11.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ 8GB 128GB വേരിയൻ്റാണ് അവൈലബിൾ ആകുന്നത്. ഇപ്പോൾ ഈ ഫോൺ മെമ്മറി കാർഡ് ഇട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ പാർട്ടായ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പർച്ചറിലുള്ള മെയിൻ ക്യാമറയും 13 മെഗാ പിക്സലിൻ്റെ f2.5 അപ്പർച്ചറിലുള്ള ടെലിഫോട്ടോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസും ഈ ഫോണിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ക്യാമറയിൽ തന്നെ ഡ്യുവൽ ലെൻസ്, ഡ്യുവൽ ടോൺ ഫ്ലാഷ്, HDR, പനോരമ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. 4K വീഡിയോ റെക്കോർഡിങ്ങും ഈ ഫോണിൽ നമുക്ക് എടുക്കാവുന്നതാണ്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലുള്ള ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 4400 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കും. Type C പോർട്ടുമായിട്ട് തന്നെയാണ് ഈ ഫോണും വരുന്നത്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ബ്ലാക്ക് ലാൻഡ്, ലേറ്റൻറ്റ് ബ്ലൂ, ലെജൻഡറി എഡിഷൻ എന്ന് പറയുന്ന 3 എഡിഷനിലായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില വരുന്നത് 8GB 128GB വേരിയൻറ്റിന് 31,990 രൂപയാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും നല്ല ഒരു കപ്പാസിറ്റിയും ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഐക്യൂവിൻ്റെ ഐക്യൂ 7 എന്ന് പറയുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊരു കില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു സ്പെസിഫിക്കേഷൻസൊക്കെയാണ് ഈ ഫോണിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐക്യൂവിൻ്റെ 7 വേണ്ടി വെയിറ്റ് ചെയ്ത് അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഫോൺ ഉള്ളവർ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.